തലശ്ശേരി സീതി സാഹിബ് റോഡിൽ കെട്ടിയ കൂറ്റൻ വീട്ടുമതിൽ ഇടിഞ്ഞു വീണ് സമീപത്തെ വീടുകളുടെ മതിൽ തകർന്നു. കരിങ്കല്ല് കൊണ്ട് അശാസ്ത്രീയമായി നിർമ്മിച്ച വീട്ടുമതിലാണ് കനത്ത മഴയിൽ നിലംപതിച്ചത്. കഴിഞ്ഞ ദിവസം വൈകിട്ടുണ്ടായ ശക്തമായ മഴയിലാണ് തലശ്ശേരി സീതി സാഹിബ് റോഡിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ കരിങ്കല്ലിൽ കെട്ടിയ വീട്ടുമതിൽ സമീപത്തെ വീടുകളിലേക്ക് പതിച്ചത്. ഉയർത്തിക്കെട്ടിയ മതിലിന് മുകളിൽ ഏറെ കനമുള്ള മെറ്റൽ ഷീറ്റും പാകിയിരുന്നു. ഷീറ്റ് ഉൾപ്പെടെയാണ് തകർന്നു വീണത്. അപകടത്തിൽ സജ്ന സിദ്ദിഖ്, സൈബു സമീറ, ജാസ്മിൻ സിറാജ് എന്നിവരുടെ വീട്ടുമതിൽ തകർന്നു. വീടുകൾക്കും കേടുപാടുകൾ സംഭവിച്ചു. അപകട സമയത്ത് വീട്ടുകാർ ഉൾവശത്തായതിനാലാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത്. ഇവർ വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഇന്നലെ വൈകുന്നേരം 4:30 മണിക്കായിരുന്നു സംഭവം. അതുവരെ കുട്ടികളെല്ലാം മുറ്റത്ത് നല്ല നമ്മളും എല്ലാം മുറ്റത്ത് നല്ല കളിച്ച് അന്നേരം അങ്ങ് കയറിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഒരു വലിയൊരു ശബ്ദത്തോടു കൂടി ഇങ്ങനെ പൊട്ടി വീഴുന്നതാണ് കണ്ടത്. ഇതിന് മുമ്പേ ഞാൻ സ്റ്റേ ഓർഡർ കൊടുത്തിനേനു. അതിന് ശേഷമാണ് ഇവർ അതിനെക്കാട്ടിയും വലിയ ഉയരത്തിലെടുക്കാൻ തുടങ്ങിയത്. സ്റ്റേ ഓർഡറിന് എനിക്കൊരു റിപ്ലൈയും തന്നിട്ടില്ല. മതിൽ നിർമ്മിക്കുന്നത് അശാസ്ത്രീയമാണെന്നും നിർമ്മാണത്തിൽ അപാകതകൾ ഉണ്ടെന്നും ചൂണ്ടിക്കാട്ടി കുടുംബങ്ങൾ നേരത്തെ തന്നെ പരാതി നൽകുകയും സ്റ്റേ ഓർഡർ ലഭിക്കുകയും ചെയ്തുവെങ്കിലും ഇതിനെയും മറികടന്നാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നതെന്നാണ് സമീപവാസികൾ പറയുന്നത്. എനിക്കിപ്പം നമുക്കൊന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലുള്ള അതോടുകൂടി തന്നെ നമ്മളെ മക്കൾ ദിനേന വഴി പോകുന്നൊരു സ്ഥലം ഇത്. അപ്പോൾ ഇത് ഇന്നലെ ആരും ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു. അത്രയോ ജീവന് ഭീഷണിയായിട്ടാണ് ബിൽഡിങ്ങും അതോടെ പോയി മതിലും നിർമ്മിച്ചത്. അതുകൊണ്ട് നിയമപ്രകാരം ഇനി നീങ്ങേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന ഇപ്പോൾ ഈ പരിവൃദ്ധസ്ഥിതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ കുയിപ്പങ്കാട് പ്രദേശത്താണ് ഈ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുള്ളത്. ഇതെന്ന് പറയുമ്പോൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികളും കാര്യങ്ങളൊക്കെ മുനിസിപ്പാലിറ്റിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള വീട്ടുകാർ തന്നെ ഇതിൻ്റെ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുമായി എന്നുള്ള തുടർ നടപടി ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ അവിടെ ഘടക് കെട്ടേണ്ട, ആ രീതിയിൽ ഘടക് അല്ലെങ്കിൽ മതിൽ കെട്ടേണ്ട എന്നതിൻ്റെ അഭിപ്രായമാണ് തലശ്ശേരി നഗരസഭയിൽ നിന്നുള്ള മറുപടി കിട്ടിയിട്ടുള്ളത്. ഏതായാലും ഇത് വലിയൊരു അപകടമാണ് ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ആരതോ ഭാഗ്യത്തിനാണ് മറ്റ് മനുഷ്യന്മാർക്കാർക്കും ഒരു അപകടം പറ്റാത്ത രീതിയിൽ സംഭവിച്ചിട്ടുള്ളത്. എന്നാൽ തീർച്ചയായിട്ടും ഇതിനെതിരെ ഏത് രീതിയിലുള്ള നിയമ നടപടിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇന്ന് നഗരസഭയിലെ ചെയർപേഴ്സണും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരൊക്കെ വന്നിപ്പോൾ സ്ഥലം സന്ദർശിക്കും. അതിൽ ഏത് അപാകത ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കുമെന്ന് ചെയർമാൻ ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള ഈ രീതിയിൽ മതിൽ കെട്ടുന്നതിനെതിരെയുള്ള ഇവരുടെ പരാതികൾ എവിടം വരെ അതിൻ്റെ ഫോളോഅപ്പ് ഉണ്ടായി എന്നുള്ളതിൻ്റെ പരിശോധനയും ഞങ്ങൾ എന്തായാലും നടത്തുന്നതായിരിക്കും. മഴ ഇനിയും കനക്കുകയാണെങ്കിൽ മതിലിന്റെ കൂടുതൽ ഭാഗങ്ങൾ തകർന്നു വീഴുമെന്ന അവസ്ഥയിലാണ്. ന്യൂസ് ബ്യൂറോ, തലശ്ശേരി.